നീ ഇവിടെ ഇരിക്കായിരുന്നോ? മറ്റേ രണ്ടുപേരും ഇവിടെ? പാപ്പൊക്കെയോ? ആ, ഞാനവര് ഉച്ചയ്ക്ക് കണ്ടോ, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ഇതൊരു അപ്പ അതെ, അതുകൊണ്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നേ, കേട്ടു നോക്ക്. എടോ പോപ്പിൻസേ, അന്റെ ആ എരണം കെട്ട 2 പിള്ളേര് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. എനിക്ക് കിട്ടേണ്ട സാധനം കൊണ്ട് ഇവിടെ വന്നാല് ഇതുങ്ങളെയും കൊണ്ട് അണക്ക് പോവാം. ഇനി അഥവാ പോലീസിനെ എങ്ങാനും അറിയിച്ച് സീനാക്കാനാണ് ഭാവെങ്കിലും മോനെ, നിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. ഇതേ 2 പിള്ളേരെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നീ അതിൽ കാണുമെന്ന്. എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. അല്ല പപ്പ, ഈ സൗണ്ട് എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. എവിടെ? പപ്പ നമ്മളിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കിയേ. അതൊക്കെ ഞാൻ വിളിച്ചു, 5-6 പ്രാവശ്യം വിളിച്ചു, പക്ഷെ എടുക്കണില്ല. ഇനിയിപ്പോ ഈ പിള്ളേരെ അച്ഛനും വന്ന് അവരെവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോന്നും മറുപടി പറയും. പപ്പ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പോലീസിൽ വിളിച്ച് അറിയിക്കാം. അവര് പറഞ്ഞത് കേട്ടില്ലേ? പോലീസിൽ പറയരുതെന്നല്ലേ ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളവിടെ പോയി പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട പ്രശ്നമാവൂലേ? അവർ കുട്ടികൾ വല്ലതും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നീ എന്തോന്ന് ആലോചിക്കുന്നത്? പപ്പ, ഇതാ ചേച്ചിയുടെ സൗണ്ട് ആയിരുന്നില്ലേ? ഏത് ചേച്ചി? മറ്റേ കൺമണി നമ്മളിവിടെ ജോലിക്ക് വന്നില്ലേ, ആ ചേച്ചിയുടെ സൗണ്ട് പോലെ തോന്നിയില്ലേ? പറയാൻ പോലെ അവളോടെ പോയി ഞാൻ താഴെ പോയി നോക്കി കാണാനില്ല. കാണാനില്ലേ? അപ്പൊ ഉറപ്പിച്ചു ഇത് പുള്ളിക്കാരത്തിന്റെ സൗണ്ട് തന്നെയാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, ഇത് വേറെന്തോ ആണ്. അല്ല പാപ്പ, പുള്ളിക്കാരി വന്നപ്പോ തൊട്ട് എനിക്ക് എന്തോ പുള്ളിക്കാരത്തിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് ദുരൂഹത തോന്നിയതാ. എന്തോന്ന് ലച്ചു നീ പറയണത്? അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടേ? അതുമല്ല, അവർക്ക് പരസ്പരം അറിഞ്ഞുപോലെ കൂടല്ല ഇവിടെ വന്നിട്ടല്ലേ കാണുന്നത്. അതൊന്നും എനിക്ക് അറിയില്ല പാപ്പ, ഇത് അവരുടെ സൗണ്ട് തന്നെ, അതെനിക്ക് ഉറപ്പാ. അതല്ല, അവരങ്ങനെയൊന്നും ചെയ്യൂല. അതൊരപ്പാവി കേസ്. ഇത് അതല്ല ലച്ചു, ഇത് വേറെന്തോ ആണ്. പപ്പ, ഞാൻ പറയണമെന്ന് മനസ്സിലാക്കിയത് അവരുടെ സൗണ്ട് തന്നെയാ. അല്ല അല്ല, എനിക്ക് അപ്പാടെ പേടിയാവണം. 2 പെൺപിള്ളേരാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ സത്യം പറയടാ, ആര് പറഞ്ഞടാ നീ അവളെ എന്റെ വീട്ടിൽ ജോലിക്ക് കൂട്ടി നിർത്തിയത്? എന്റെ മുന്നിൽ ചേട്ടാ അവള് മാത്രമേ പറഞ്ഞിട്ടാണ് ചേട്ടാ ഞാൻ ആരും പറഞ്ഞിട്ടില്ല. സത്യമാണ് എന്റെ പൊന്നു ചേട്ടാ അവള് പറഞ്ഞിട്ടാണ് ചേട്ടാ. എടാ, നിനക്കറിയാമോ എന്റെ 2 പിള്ളേരെ അവൾ തട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയായിരുന്നു ഒളിച്ചിരുന്നിട്ട് അവളെ സാധനം എടുത്തോണ്ട് പോയി. ഞാൻ സാധനം ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ത് സാധനം എനിക്കറിയില്ല. അറിയില്ല ചേട്ടാ, എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല ചേട്ടാ. പിന്നെ നീ എന്തിനാ എന്റെ വഴിയിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിയ പറഞ്ഞ? എന്തിനാ എനിക്ക് ഈ പറഞ്ഞത് സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ എല്ലാം സത്യം. കാല് പിടിച്ചു പറയാം. ശരി, അവളെ ഫോൺ നമ്പർ ഉണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല ചേട്ടാ. അഡ്രസ് അറിയാമോ? ഒരാളെ വീട്ടിൽ കൊണ്ടുപോകണം. നോക്കടാ, എന്തിനാ വീട്ടിൽ കൊണ്ടുപോകണത്? അവള് പറഞ്ഞു ചേട്ടാ ഇതിന്റെ ഉള്ളിൽ ജോലിക്ക് എത്തി കൊടുക്കണത്. ഞാൻ അത് തന്നെയല്ലേ ചെയ്തത് പോലെ ചേട്ടാ. എത്ര പൈസ വാങ്ങിച്ചു? എത്ര പൈസ വാങ്ങിച്ചതാ? ഒരു പൈസ മേടിച്ചിട്ടില്ല ചേട്ടാ. നീ പറഞ്ഞ സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് ചേട്ടാ. സത്യമല്ല തെളിഞ്ഞോ? ഞാനൊരു സയന്റിസ്റ്റ് മാത്രമല്ല, ഒരു പട്ടാളത്തുകാരനും കൂടിയാണ്. എടാ, തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞു.
ഇനി മേല എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും വന്നോ ഒന്നും തന്നെ ഞാൻ കേട്ടോ. പോടാ. എന്റെ പൊന്നു ചേട്ടാ, എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പണ്ടാരണ ഇവിടെ ഒന്ന് വെട്ടുകൂടല്ലേ. കണ്ണൂർക്കടി കണ്ണൂർക്കാണ് കണ്ണൂർക്കടി നോക്കി നമ്മളെ കെട്ടിട്ടിരിക്കണു. പാപ്പു നമ്മളെവിടാ? താജ്മഹല്. ഇതാ ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനല്ല പാപ്പു. എടി പൊട്ടത്തി, നമ്മൾ ആരോ ഇവിടെ കൊണ്ടുവന്നിരിക്കുക കിഡ്നാപ്പ് ചെയ്തിട്ട്. നമ്മൾ ഏതോ ഗോഡൌണിലാ. കിഡ്നാപ്പ് ചെയ്താ? എന്നെ ഫസ്റ്റ് ടൈമോ കിഡ്നാപ്പ് ചെയ്ത? അയ്യടി, ഐ തിങ്ക് വി ആർ ട്രാപ്ഡ്. ഹലോ ഹലോ. ആരെങ്കിലും വിളിച്ചവര് വരൂലേ? അവരിപ്പോ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഹലോ, ആരുല്ലേ? ഇതെന്തിനാ ഇത്ര ടൈറ്റ് ചെയ്ത് കെട്ടിയേക്ക്? ആളുണ്ടല്ലോ. ഇതാ ചേച്ചില്ലേ, അടുക്കള പണിക്ക് വന്ന ചേച്ചി. ചേച്ചി ഇത്ര മോഡേൺ ആയിരുന്നാ? പക്ഷെ ഈ പൊട്ട് ചേരുന്നില്ല കേട്ടോ ഈ വേഷത്തിന്. കറക്റ്റാ. ഇതിന്റെ സ്റ്റൈലാ. പിന്നില്ലേ ചേച്ചി തന്നാ ചുക്കാപ്പില്ല, അത് അസലായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോ കുറച്ചൊരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ താങ്ക്സ് പറയാൻ വിട്ടുപോയി, ഉറങ്ങിപ്പോയി. അപ്പൊ ഞാനും ഉറങ്ങിപ്പോയി. താങ്ക് യു. നിങ്ങൾ ഉറങ്ങിയതല്ലോ, നിങ്ങളെ രണ്ടാളും ഞാനൊന്ന് ഉറക്കിയതല്ലേ. ചേച്ചിയാണോ ഞങ്ങൾ ഉറക്കിയ? എന്തിന്? തട്ടിക്കൊണ്ടുവരാൻ. ചേച്ചിയാണോ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിക്കിട്ടത്? അതെല്ലോ. എന്തിനാ? ചേച്ചിയുടെ വല്ല വണ്ടി ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാ. പാപ്പുനി ഈ പണിയുണ്ടാ? അതാണ് ഇപ്പോഴത്തെ വിഷയം. നിങ്ങൾ അടിച്ചോണ്ട് വന്നാ എന്റെ വിഗ്രഹം തിരിച്ചതാ. വിഗ്രഹോ? ആ, ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ ഞാൻ വാണ്ടത്തിൽ എടുത്തു വെച്ച എന്റെ വിഗ്രഹം നീ അല്ലടി അത് അടിച്ചു മാറ്റിയേ. അയ്യോ, ഞാൻ കട്ടതൊന്നല്ല ചേച്ചി. പിന്നെ ആ പാണ്ടക്കെട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനടുത്ത് ആർക്കും വേണ്ടാണ്ട് കിടക്കുന്നുണ്ട്. എടുത്തോണ്ട് മിണ്ടരുത് നീ. അടിച്ചു മാറ്റി കൊണ്ടുപോയതും പോരാ കള്ളം പറയുന്നോ? അതിന്റെ വില എത്രയാന്ന് അറിയാടി നിങ്ങക്ക്? ചേച്ചി 10,500 ഞാൻ തരാം ചേച്ചി. പാവം, അത് അറിയാണ്ട് ചെയ്തു പോയത്. 10,500? 15 ലക്ഷം അടി അതിന്റെ വില. 15 ലക്ഷം. അപ്പൻ്റെ അടുത്താണ് കളി. നീ ഇവിടെ ഇരിക്കുന്ന അയാളെ പറ്റി അറിഞ്ഞോ? ആരെ? താഴെ നോക്കാനേ പോയത്. നീ ആദ്യം എത്തി കയറ്റി എന്നിട്ട് സംസാരിച്ചു. അല്ല മനസ്സിലാവണ്ടേ? അയാളെ പറ്റി വല്ലതും അറിഞ്ഞോ? അറിഞ്ഞറിഞ്ഞ് കണ്ട് കാണുകയും ചെയ്തു, നല്ല വൃത്തിയാ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ പുള്ളിക്കാരുടെ ലൊക്കേഷൻ കിട്ടിയോ? ലൊക്കേഷൻ അറിഞ്ഞൂടാ. ആ പന്ന പയലിന് അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ. അത് കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് കാലിന്ന് തരിച്ച് കയറി ദേഷ്യം കൊടുത്ത് മാപ്പന്ന് ഇളുത്തങ്ങിട്ട് കൊടുത്ത് അവിടെ കരഞ്ഞു. അയ്യോ സാറേ ഒന്നും ചെയ്യില്ല, എനിക്ക് അങ്ങനെ സാറേ കരച്ചിലുള്ള കരച്ചിലായിരുന്നു. ഒരടി എന്റെ ദേഹത്ത് വീഴുന്നില്ല, അറിയാ. പപ്പ ഇപ്പൊ പപ്പ എത്ര കൊടുത്തു, പപ്പയ്ക്ക് എത്ര കൊടുക്കാൻ പറ്റി എന്നൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. അവരെ അഡ്രസ്സ് കിട്ടിയോന്നല്ലേ ചോദിച്ചത്. അതല്ലേ പറഞ്ഞത്, അവനൊരു പുല്ല് അറിഞ്ഞൂടാന്ന്. പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിനൊക്കെ എന്റെ വഴിയുണ്ട്. എന്ത് വഴി?
നെറ്റ്വർക്ക് ട്രാക്കിംഗ്. ഇനി അതെന്തോന്നാ? നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചേ? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഈ പപ്പൻ എന്ന് പറയുന്ന ആള് പട്ടാളത്തുകാരൻ മാത്രമല്ല, സയന്റിസ്റ്റ് കൂടാണ്. അതൊക്കെ മനസ്സിലാക്കി, നിങ്ങൾ അത് മനസ്സിലാക്കാതാണ് എന്റെ അടുത്ത് പലപ്പോഴും സംസാരിക്കുന്നത്. പപ്പ ഈ സന്ദർഭത്തിൽ തള്ളല്ല ചെയ്യേണ്ടത്, കാര്യം കണ്ടുപിടിക്കേണ്ടത്. കാര്യം വേറെ ഒന്നുമില്ല. അവളെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ല, അത് ഞാൻ അങ്ങ് ട്രാക്ക് ചെയ്തു. 1 മണിക്കൂർ മുമ്പ് വരെ അത് ഓണായിരുന്നു. അത് എവിടെയാണെന്ന് എനിക്കറിയാം. അവൾ ഇനി എപ്പോൾ ഫോൺ ലൈവ് ആക്കുന്നോ ആ സമയം എനിക്കറിയാൻ പറ്റും. എനിക്ക് സിഗ്നൽ കിട്ടും. എല്ലാ സ്പോട്ടും കറക്റ്റായിട്ട് അറിയാനും പറ്റും. അപ്പം ഞാൻ തൂക്കും. എന്നിട്ട് വേണം തൊള്ളടുത്ത് പോയി ചോദിക്കാൻ എന്തെന്നായിരുന്നു ഒരു പ്രശ്നം. ചോദിക്കണം, അത് ചോദിക്കണം. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയ 2 എണ്ണം അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് സംഭവങ്ങൾ പിടികിട്ടിയത്. എല്ലാ ഉടായ്പ 2 എണ്ണത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഇവർക്ക് അറിയാമായിരുന്നു എന്നാണ്. എന്തെങ്കിലും പണി അവർക്ക് കൊടുത്തു കാണും. അതാണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത്. കൊണ്ടുപോയല്ലോ എൻ്റെ അടുത്ത് ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. പപ്പ ഞാനിത് ചിന്തിച്ചപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നി. ഈ പ്രതിമ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ തോന്നിയാ അല്ലേ? അങ്ങനെ ഒരു സംഭവം എൻ്റെ ഇടയിൽ കിടക്കാണല്ലേ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടിയിട്ടത്. അതാണ് അവൾ വോയിസിൽ അയച്ചത്. എൻ്റെ സാധനം മര്യാദയ്ക്ക് കൊണ്ടുവരണം, പോലീസിൽ അറിയിക്കില്ലെന്ന്. ഇതൊക്കെ പോലീസിൽ അറിയിച്ച പ്രശ്നമാവൂലേ? അപ്പൻ്റെ അറിഞ്ഞില്ല ആ സാധനം. അതെവിടെ? അതാണ് അറിയിപ്പുണ്ട്. അപ്പൊ വേഗം അത് എടുത്തോണ്ട് വാ. നമുക്കത് കയ്യോടെ കൊടുത്തിട്ട് അവരിങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ബാ അതാ കൊണ്ടുവരാം. എനിക്ക് നന്നായിട്ട് വിശക്കണേ, വല്ല കഴിച്ചിട്ട് പോവാം. ഒരു കാര്യം ചെയ്യ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിട്ട് പോവാം. നിനക്കൂടെ വന്നപ്പം ബിസ്ക്കറ്റ് കയറ്റി കൊണ്ടിരുന്നല്ല, അത് കുഴപ്പമില്ല. നിനക്കല്ല ആവാ, എനിക്കൊന്നും കഴിക്കാൻ പാടില്ല. ഓടി നടന്ന് എന്തെല്ലാം സാധനങ്ങൾ ചെയ്തിട്ട് വന്നതെന്ന് അറിയാമോ? വാ, ഒന്നും വേണ്ട, വാ. ചേച്ചി ഒന്ന് നമ്മളൊക്കെ പെണ്ണുങ്ങളൊന്നും കെട്ടയച്ചു വിടുക ചേച്ചി. ആദ്യമൊക്കെ നിന്റെ പോപ്പിൻസേ സാധനമായിട്ട് വരട്ടെ, എന്നിട്ട് വിടാട്ടോ. ചേച്ചി പോപ്പിൻസ് അല്ല, പോപ്സ്. അയ്യേ ചേച്ചി എന്തൊരു മണ്ടൂസാണ്. വീട്ടിൽ വന്നപ്പോ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതിമ എടുത്ത് തരുമായിരുന്നല്ലോ. എനിക്കത് ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് അത്രയും റിസ്ക് എടുത്തത്. ഈസി വഴി ഉണ്ടെങ്കിലും ഞാൻ റിസ്ക് എടുക്കും. അതാണ് എൻ്റെ സ്റ്റൈല്. ചേച്ചി ഇങ്ങനെ സൈക്കോത്തരം കളിക്കാതെ ചേച്ചി ഒന്ന് അഴിച്ചു വിട്. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ? മിണ്ടാ മതിയുടെ അവിടുന്ന്. ആദ്യം ആ സാധനം കൊണ്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ അന്നൊക്കെ വിടണോ വേണ്ടേന്ന്. ഞാൻ വന്നു കൺമണി. ആ വന്നോ? പേടിക്കണ്ട, ഞാൻ വന്നില്ലേ. ഇതെന്തുന്നാണ് ഈ സിനിമയിൽ സെറ്റ് ഇട്ട് വെച്ചോണ്ടല്ലോ. എന്തൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതാണ് എൻ്റെ സ്റ്റൈല്. ഓഹോ, നിന്റെ സ്റ്റൈലൊക്കെ അവിടെ ഇരിക്കട്ട്. നീ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പിള്ളേരെ അഴിച്ചു വിടും. ആദ്യം വിഗ്രഹം കാണിക്കേ. ലച്ചോ, എന്റെ വിഗ്രഹം പിള്ളേരെ അഴിച്ചുവിടാ. 15 ലക്ഷത്തിന്റെ സാധനം ഈ വലിച്ചെറിഞ്ഞേ. 15 ലക്ഷം എന്ന് പറഞ്ഞാ ഞങ്ങളെന്ന് ഞടുങ്ങിപ്പോകുന്നു വിചാരിച്ചോ? ഒരുപാട് കണ്ടിട്ടുണ്ട്, ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട് പപ്പൻ. പിള്ളേരെ അഴിച്ചുവിടേ. ഇതിനുള്ള കത്തോടെ കത്തൊക്കെ പോയി. ഉടായ്പ സാധനമല്ലേ, നീ ഒന്ന് എഴുതി അങ്ങ് വെക്കേ. നീ പിള്ളേരെ അഴിച്ചുവിടും, അതും നിന്റെ കൈ കൊണ്ട് തന്നെ അഴിച്ചുവിടണം. അഴിച്ചു വിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ പോപ്പിൻസേ. അതെന്താ? നിങ്ങക്ക് തരാനുള്ള ഞങ്ങൾ കൊണ്ട് തന്നില്ലേ, ഇനി എന്താ അവരെ വിട്ടാ? പുറത്തു വിട്ടാ നിങ്ങളൊക്കെ എനിക്ക് പണി തരൂലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ബോധത്തിൽ നിങ്ങളൊന്നും. ഓഹോ, കയ്യാങ്കളിയായിരുന്ന. എന്നാ ഞാനും റെഡി. ലച്ചു, പിള്ളേരെ അഴിച്ചു വിടും.
ഇപ്പൊ മനസ്സിലായില്ല എന്റെ വില എന്തോന്നാന്ന്. എനിക്ക് സേവനമുണ്ടോന്നല്ല, എനിക്ക് വേണമെങ്കിൽ കഴിച്ചാ മതി. ഒന്നവിടെ ഇരുന്നോ നീ. അങ്ങനെ പറയട്ടെ. വേഗം വാ. ശരിയാക്കടാ. ഓടി ഓടി. അപ്പ ആ പുള്ളിക്കാരി എവിടെ? 2 പഞ്ച് 2 കിക്ക് ഓടിത്തള്ളി. ഓടിയ വഴിയിൽ പുല്ല് പോലും കുരുക്കൂല. പോപ്സ് വരുന്നത് ഞങ്ങള് പ്രതീക്ഷയില്ല കേട്ടാ. നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം കേട്ടാ. പോപ്സ് ഒക്കെ ശരിക്കും പട്ടാളക്കാരനായിരുന്നല്ലേ. ലച്ചു അവ പോന്നെ.